ഇന്ന് കർണാടകയിൽ നിന്നുള്ള ഒരു നാടോടി കഥ പറഞ്ഞു തരാം. പണ്ട് ഒരു ഗ്രാമത്തിൽ 2 പെൺകുട്ടികൾ ജീവിച്ചിരുന്നു. അവർ സഹോദരിമാരായിരുന്നു. ഗീത എന്നും മീര എന്നും ആയിരുന്നു അവരുടെ പേര്. ഇവർ തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. ഗീതയ്ക്ക് മീരയെയും മീരയ്ക്ക് ഗീതയെയും പിരിഞ്ഞിരിക്കാനേ പറ്റില്ല. അത്രയധികം സ്നേഹം. ഇവർ പൂക്കച്ചവടക്കാരായിരുന്നു. അവർ ഗ്രാമത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പൂക്കൾ വിൽക്കും. ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വിവാഹത്തിനോ ഒക്കെ പോകുന്ന ആൾക്കാർ അവരുടെ കയ്യിൽ നിന്ന് പൂക്കൾ വാങ്ങും. കിട്ടുന്ന പണം കൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. മിക്ക ദിവസങ്ങളിലും ഗീതയാണ് പൂക്കൾ വിൽക്കാൻ പോവുക. ഗീത മൂത്ത കുട്ടിയാണ്, മീരയാണ് ഇളയാൾ. ഒരിക്കൽ ഗീത പൂ വിറ്റ് കുറേ ദൂരം നടന്നു പോയി. സാധാരണ പോകുന്നതിലും അധികം ദൂരം ഗീത നടന്നു. അങ്ങനെ നടന്ന് അവൾ പട്ടണത്തിലെത്തി. പട്ടണത്തിലെത്തിയപ്പോൾ അവളുടെ പൂവിന് കൂടുതൽ ആവശ്യക്കാരുണ്ടായിരുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന പൂക്കൾ പട്ടണത്തിലെങ്ങും ആരും കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൂക്കൾ പെട്ടെന്ന് വിറ്റ് തീരുകയും ഗീത വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഗീത കൊണ്ടുവന്ന പൂക്കൾ വാങ്ങിയ ഒരാൾ ആ രാജ്യത്തെ രാജ്ഞിയുടെ ഒരു ദാസിയായിരുന്നു. ദാസി ഈ പൂക്കൾ രാജ്ഞിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ഈ പൂക്കൾ രാജ്ഞി ആദ്യമായി കാണുകയാണ്. ഇത്ര മനോഹരമായ, ഇത്ര നല്ല മണമുള്ള പൂക്കൾ. ഈ പൂക്കൾ വീണ്ടും വേണം എന്ന് രാജ്ഞിക്ക് തോന്നി. പിറ്റേ ദിവസം രാജ്ഞി ദാസിയോട് ആ പൂ വിറ്റ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അന്ന് ഗീത പൂ വിൽക്കാൻ പട്ടണത്തിലേക്ക് ചെന്നിരുന്നില്ല. പക്ഷെ രാജ്ഞിക്ക് ഈ പൂ കിട്ടിയേ തീരൂ എന്നായി. അങ്ങനെ രാജസേവകർ അന്വേഷിച്ച് ഗീതയെ കണ്ടുപിടിച്ചു. അവർ ഗ്രാമത്തിൽ വന്ന് ഗീതയെ കണ്ടുപിടിച്ചു. എന്നിട്ട് രാജ്ഞിക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടു. രാജ്ഞിക്ക് പൂക്കൾ വേണം. അന്ന് ഗീത ഒരു കൊട്ട നിറയെ പൂക്കളുമായിട്ട് രാജകൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ രാജ്ഞി അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. തലയിൽ ഒരു കൊട്ട പൂക്കളുമായിട്ട് ഗീത നടന്നു വരുന്നത് രാജ്ഞി മട്ടുപ്പാവിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവളെ ദൂരെ കണ്ടപ്പോഴേ രാജ്ഞി അവിടെ നിറങ്ങി താഴേക്ക് ചെന്നു. ആ പൂക്കൾ 2 കൈകൊണ്ടും വാരിയെടുത്ത് മണപ്പിച്ചു. അതിൻ്റെ ഭംഗി ആസ്വദിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, എനിക്ക് എല്ലാ ദിവസവും ഈ പൂക്കൾ വേണം, എനിക്ക് കൊണ്ടുതരാമോ? ഗീത പറഞ്ഞു, അതിനെന്താ, ഞാൻ കൊണ്ടുതരാം. എനിക്ക് കുറച്ച് ദൂരം കൂടുതൽ നടക്കണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ രാജ്ഞി ചോദിച്ചു, എനിക്ക് ഈ പൂ ഉണ്ടാകുന്ന മരം കൊട്ടാരത്തിലെ തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കണമെന്നുണ്ട്. നീ എനിക്കൊരു തൈ കൊണ്ട് തരാമോ? ഗീത പറഞ്ഞു, ഇത് ഞാൻ കാട്ടിൽ നിന്ന് പിറക്കുന്നതാണ്, എൻ്റെ തൈയൊന്നും ഞാൻ കണ്ടിട്ടില്ല. രാജ്ഞി പിന്നെയും ഈ മരത്തെപ്പറ്റി അവളോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഗീത പെട്ടെന്ന് കൊട്ടയെടുത്ത് വീട്ടിലേക്ക് പോകാനിറങ്ങി. രാജ്ഞിക്ക് ഇതിലെന്തോ സംശയം തോന്നി. എന്തായാലും ഗീത പോയി കഴിഞ്ഞപ്പോൾ രാജ്ഞി ഒരു സേവകനെ വിളിച്ചിട്ട് ഗീതയുടെ പിന്നാലെ പോയിട്ട് ഈ മരം എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സേവകൻ വേഷം മാറി ഗീതയുടെ പിന്നാലെ പോയി. ഗീതയുടെ വീടിനടുത്ത് ഒളിച്ചിരുന്നു. എവിടെ നിന്നാണ് ഗീത പൂക്കൾ പറിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ ഇരുന്നിരുന്നത്. പിറ്റേന്ന് രാവിലെ ഗീത എഴുന്നേറ്റ് കാട്ടിലേക്ക് പോകും എന്നാണ് അയാൾ കരുതിയത്. പക്ഷെ ഗീത കാട്ടിലേക്ക് പോകുന്നൊന്നും കണ്ടില്ല. അവൾ വീട്ടിൽ നിന്ന് ഒരു കുട്ട നിറയെ പൂക്കളുമായിട്ട് ഇറങ്ങി വരുന്നതാണ് അയാൾ കണ്ടത്. അയാൾക്ക് ഇത് വലിയ അത്ഭുതമായിപ്പോയി. അന്നും ഗീത കൊട്ടാരത്തിൽ പൂക്കൾ കൊണ്ടു കൊടുത്തു. സേവകൻ താൻ കണ്ട കാര്യം രാജ്ഞിയെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ രാജ്ഞി സേവകനോട് കൂടുതൽ സൂക്ഷ്മമായിട്ട് ഗീതയെ നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അന്നും ആ സേവകൻ ഗീതയുടെ പിന്നാലെ ഗീതയുടെ വീട്ടിലേക്ക് പോയി. ഇങ്ങനെ ഒരാൾ തന്നെ പിന്തുടരുന്ന വിവരം ഗീത അറിഞ്ഞത് കൂടിയില്ല. അന്നും ആ സേവകൻ ഗീതയുടെ വീടിനടുത്ത് ഒളിച്ചിരുന്നു. ഗീത എവിടെ നിന്നാണ് പൂക്കൾ പറിക്കുന്നത് എന്ന് ഒളിച്ചിരുന്ന് കാണുകയായിരുന്നു അയാളുടെ ഉദ്ദേശം. ഇത്തവണ അയാൾ വീടിന് കുറച്ചുകൂടെ അടുത്താണ് ഒളിച്ചിരുന്നത്. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഗീതയും അനുജത്തി മീരയും ഉറങ്ങാൻ കിടക്കുന്നത് അയാൾ കണ്ടു. പിറ്റേന്ന് രാവിലെ അവർ എഴുന്നേറ്റു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പൂ പറിക്കുന്നത് മാത്രം കാണുന്നില്ല. അയാൾ കുറച്ചുകൂടി വീടിനടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ടത് ഗീത കിണറ്റിൽ നിന്ന് ഒരു കുടം വെള്ളം കോരിയെടുത്തു. അനുജത്തി മീര കിണറ്റിനടുത്തിൽ ചെന്നിരുന്നു. ഗീത താൻ കോരിയെടുത്ത ഒരു കുടം വെള്ളം മീരയുടെ തലയിലേക്ക് ഒഴിച്ചതും അത്ഭുതമെന്ന് പറയട്ടെ, മീര ഒരു പൂമരമായിട്ട് മാറി. അതീവ സുഗന്ധം പൊഴിക്കുന്ന മനോഹരങ്ങളായ പൂക്കളുള്ള ഒരു പൂമരം. ആ സേവകന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനേ ആയില്ല.
ഗീത മരത്തിൽ നിന്ന് ആവുന്നിടത്തോളം പൂക്കൾ പറിച്ചെടുത്തു. അങ്ങനെ പറിക്കുന്നത് വളരെയധികം സൂക്ഷ്മതയോടെയാണ്. പൂക്കളല്ലാതെ ഒരു ഇലയോ ഒരു കൊമ്പോ ഒന്നും താഴെ വീഴാൻ ഗീത സമ്മതിച്ചില്ല. വളരെ സൂക്ഷിച്ച് അവൾ പൂക്കൾ ഇറുത്തെടുത്തതിന് ശേഷം വീണ്ടും ഒരു കുടം വെള്ളം കോരി മരത്തിലേക്ക് ഒഴിച്ചു. അതോടെ മരം വീണ്ടും മീരയായിട്ട് മാറി. സേവകനുടൻ തന്നെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു ചെന്ന് രാജ്ഞിയോട് താൻ കണ്ട കാര്യങ്ങൾ വിവരിച്ചു. രാജ്ഞി അന്ന് ഗീതയെ കാത്തിരുന്നു. ഗീത വന്നപ്പോൾ രാജ്ഞി ഗീതയോട് പറഞ്ഞു, ഞാൻ നിൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചു. നിൻ്റെ അനുജത്തിയാണ് പൂമരമായിട്ട് മാറുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ രാജകൊട്ടാരത്തിൽ ഞങ്ങൾക്ക് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ അർച്ചിക്കാൻ എനിക്ക് ഈ പൂക്കൾ തന്നെ വേണം എന്ന് ഈയിടെയായിട്ട് നിർബന്ധമായിട്ടുണ്ട്. ഈ പൂക്കൾ ദേവന് അർപ്പിക്കുമ്പോൾ കിട്ടുന്ന സമാധാനവും സന്തോഷവും എനിക്ക് മറ്റ് ഏത് പൂക്കൾ സമർപ്പിച്ചാലും കിട്ടാറില്ല. അതുകൊണ്ട് നീയും നിൻ്റെ അനുജത്തി മീരയും കൊട്ടാരത്തിൽ വന്ന് താമസിച്ചാൽ എനിക്ക് വലിയ സന്തോഷമായേനെ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഞങ്ങൾ തരാം. ഗീത വീട്ടിൽ ചെന്നു അനുജത്തി മീരയോട് കാര്യങ്ങൾ ആലോചിച്ചു. പിറ്റേന്ന് 2 സഹോദരിമാരും കൂടി കൊട്ടാരത്തിലെത്തി രാജ്ഞിയെ മുഖം കാണിച്ചു. എന്നിട്ട് ഗീത പറഞ്ഞു, മഹാറാണി, ഞങ്ങൾക്ക് കൊട്ടാരത്തിൽ താമസിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്കൊരു നിബന്ധനയുണ്ട്. മീര മരമായി മാറിക്കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ പൂക്കൾ അവളിൽ നിന്ന് പറിച്ചെടുക്കരുത്. മാത്രമല്ല മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളെ ഒരു പ്രദർശന വസ്തുവാക്കുകയും ചെയ്യരുത്. രാജ്ഞി ഈ 2 നിബന്ധനകളും സമ്മതിച്ചു. അങ്ങനെ ഗീതയും മീരയും രാജകൊട്ടാരത്തിൽ താമസമാക്കി. അവർക്കവിടെ സന്തോഷമായിരുന്നു. രാജകുമാരി അവരുടെ സമപ്രായക്കാരിയായിരുന്നു. അവർ 3 പേരും ഒരുമിച്ച് കളിച്ചും ചിരിച്ചും രാജകൊട്ടാരത്തിൽ വളർന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ നല്ല ഒരു ബന്ധം ആലോചിച്ച് രാജാവും രാജ്ഞിയും കൂടി ചേർന്ന് ഗീതയെ ദൂരെ ഒരു ഗ്രാമത്തിലേക്ക് വിവാഹം കഴിച്ചു വിട്ടു. അനുജത്തിയെ പിരിയാൻ ഗീതയ്ക്ക് വലിയ വിഷമമായിരുന്നെങ്കിലും രാജ്ഞിയും രാജാവും എപ്പോൾ വേണമെങ്കിലും അനിയത്തെ വന്നു കണ്ടുകൊള്ളാനും അവളെ തങ്ങൾ സുരക്ഷിതമായിട്ട് കാത്തുകൊള്ളാമെന്നും ഗീതയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ മനസ്സോടെ ഗീത വിവാഹം കഴിച്ച് മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്രയായി. മീര കൊട്ടാരത്തിൽ തന്നെ തങ്ങുകയും ചെയ്തു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞൊരു ദിവസം കൊട്ടാരത്തിൽ കുറേ വിരുന്നുകാർ വന്നു. തൊട്ടടുത്ത രാജ്യത്തെ രാജകുമാരിമാരായിരുന്നു അവർ. ഈ കൊട്ടാരത്തിലെ രാജകുമാരിയുടെ സുഹൃത്തുക്കളുമായിരുന്നു. അവരെല്ലാവരും കൂടി ഒരുമിച്ച് കളിയും ചിരിയുമായി. ഈ രാജകുമാരിമാരെല്ലാവരും പരസ്പരം സംസാരിക്കുമ്പോൾ അവരവരുടെ കൊട്ടാരത്തിലെ വിശേഷപ്പെട്ട കാര്യങ്ങളെപ്പറ്റി വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ടായിരുന്നു. ചിലർ തങ്ങളുടെ കൊട്ടാരത്തിലുള്ള വിശേഷപ്പെട്ട ആഭരണങ്ങളെപ്പറ്റി പറഞ്ഞു. ചിലർ അവരുടെ കൊട്ടാരത്തിൽ ഒരുപാട് ആനകളുണ്ട്, കുതിരകളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചിലർ അവരുടെ രാജ്യത്തെ വിസ്തൃതിയെപ്പറ്റിയും സൈന്യത്തിൻ്റെ ബലത്തെപ്പറ്റിയും പറഞ്ഞു. അപ്പോൾ ഈ കൊട്ടാരത്തിലെ രാജകുമാരി പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു വിശേഷപ്പെട്ട കാര്യം ഞങ്ങളുടെ കൊട്ടാരത്തിലുണ്ട്. നിങ്ങൾക്കൊരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ മറ്റുള്ള രാജകുമാരിമാർ ചോദിച്ചു, അതെന്താ അത്ര വിശേഷപ്പെട്ട സാധനം? അപ്പോൾ ഈ രാജകുമാരി പറഞ്ഞു, ഞങ്ങളുടെ കൊട്ടാരത്തിലെ മരമായിട്ട് മാറുന്ന ഒരു പെൺകുട്ടിയുണ്ട്. മറ്റുള്ളവർ അത് കേട്ടിട്ട് വിശ്വസിച്ചില്ല. പക്ഷേ രാജകുമാരി തർക്കിച്ചു, ഇങ്ങനൊരു കാര്യം ഞങ്ങളുടെ കൊട്ടാരത്തിലുണ്ട്. അവൾ എന്നിട്ട് തൻ്റെ അമ്മയോട് ചെന്നിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം തോട്ടത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോവുകയാണ്. മീര കൊട്ടാരത്തിൽ തന്നെയല്ലേ കുറേ കാലമായിട്ട് താമസിക്കുന്നത്, ഞങ്ങൾ മീരയെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ. രാജ്ഞി പറഞ്ഞു, തീർച്ചയായിട്ടും കൊണ്ടുപോകണം. മീര ഇങ്ങോട്ട് വന്നതിൽ പിന്നെ പുറത്തെങ്ങും പോയിട്ടേ ഇല്ല. അവളുടെ ചേച്ചിയാണെങ്കിൽ കല്യാണം കഴിച്ച് പോയതിന് ശേഷം അവൾക്ക് വലിയ വിഷമവുമാണ്. അതുകൊണ്ട് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും മീരയെ കൂടെ കൂട്ടിക്കോളൂ. അങ്ങനെ രാജകുമാരിയും കൂട്ടുകാരും മീരയും കൂടെ വിളിച്ചുകൊണ്ട് തോട്ടത്തിൽ നടക്കാനിറങ്ങി. തോട്ടത്തിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രാജകുമാരി മീരയോട് മരമായി മാറാൻ ആവശ്യപ്പെട്ട് നിർബന്ധം പിടിക്കാൻ തുടങ്ങി. മീര ആവുന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ രാജകുമാരി സമ്മതിച്ചില്ല. തൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ തന്നെ നാണം കെടുത്തരുതെന്ന് പറഞ്ഞ് അവൾ മീരയുടെ കാല് പിടിച്ചു. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ മീര സമ്മതിച്ചു. അങ്ങനെ രാജകുമാരി പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് മീരയുടെ തലയിൽ ഒഴിച്ചു. അതോടെ മീര ഒരു പൂമരമായിട്ട് മാറി. മറ്റുള്ള രാജകുമാരിമാർക്കൊക്കെ ഇത് വലിയ അത്ഭുതമായിപ്പോയി. ഇങ്ങനെയൊരു കാര്യം അവർ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇത്ര മനോഹരമായ പൂക്കൾ, ഇത്ര ഹൃദ്യമായ സുഗന്ധം. അവരെല്ലാവരും കൂടി ചേർന്ന് പൂക്കൾ പറിച്ച് തലയിൽ ചൂടി, കുറേ പൂക്കൾ പറിച്ച് മാല കെട്ടി, മരക്കൊമ്പിൽ കയറിയിരുന്ന് ഊഞ്ഞാലാടി. ഒരു സൂക്ഷ്മതയുമില്ലാതെ അവരങ്ങനെ പൂക്കൾ പറിച്ചപ്പോൾ കുറേ കൊമ്പുകളൊക്കെ ഒടിഞ്ഞു വീണു.
മരച്ചില്ലകൾ പലതും ഒടിഞ്ഞു തൂങ്ങി. അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് രാജകുമാരി മീരയെ തിരിച്ച് പെൺകുട്ടിയാക്കുന്ന കാര്യം ഓർത്തത് തന്നെ. അവൾ വേഗം കുറച്ച് വെള്ളമെടുത്ത് മരത്തിലേക്ക് ഒഴിച്ചു. പക്ഷേ മരം മീരയായി മാറിയ കാഴ്ച കണ്ട് രാജകുമാരി പേടിച്ചുപോയി. മീരയുടെ ദേഹം മുഴുവൻ മുറിവുകളായിരുന്നു. അവളുടെ വിരലുകളും കൈകളും കാലുകളും ഒക്കെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. പേടിച്ചു പോയ രാജകുമാരി അവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് ഓടിപ്പോയി. മാതാവിനോട് കാട്ടിലൂടെ നടക്കുമ്പോൾ തനിക്കിനി കൊട്ടാരത്തിൽ ജീവിക്കേണ്ട, തൻ്റെ ചേച്ചിയെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് മീര ഓടിപ്പോയി എന്നൊരു കള്ളവും പറഞ്ഞു. മീര അങ്ങനെ പോയതിൽ രാജ്ഞിക്ക് വലിയ വിഷമം തോന്നി. പക്ഷെ എന്ത് ചെയ്യാനാണ്, പോയതല്ലേ. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ അനുജത്തിയെ കാണാതെ ഇരിക്കാൻ വയ്യ എന്ന് തോന്നിയ ഗീത മീരയെ അന്വേഷിച്ച് രാജകൊട്ടാരത്തിലെത്തി. അപ്പോഴാണ് മീര ഓടിപ്പോയി എന്ന വിവരം അവൾ അറിയുന്നത്. തൻ്റെ അനുജത്തി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് ഗീതയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗീത രാജകുമാരിയോട് വിവരങ്ങൾ വീണ്ടും വീണ്ടും അന്വേഷിച്ചു. രാജകുമാരി ഒന്നും വിട്ടു പറഞ്ഞില്ലെങ്കിലും രാജകുമാരി തൻ്റെ കൂട്ടുകാരോടൊപ്പം മീരയെയും കൂട്ടി തോട്ടത്തിലേക്ക് പോയ വിവരം ഗീത അറിഞ്ഞു. ഗീത ഉടൻ തന്നെ തോട്ടത്തിലേക്ക് പോയി. ഒരുപാട് ഏക്കറുകൾ വിശാലമായ വലിയ തോട്ടമായിരുന്നു അത്. ആ തോട്ടത്തിൻ്റെ ഒരറ്റത്ത് മൃതപ്രായയായിട്ട് ദേഹമാസകലം മുറിവേറ്റ് ഞരങ്ങിക്കൊണ്ട് കിടക്കുന്ന മീരയെ ഗീത കണ്ടുപിടിച്ചു. ഗീതയ്ക്ക് വലിയ വിഷമമായിപ്പോയി. പരിക്കേറ്റ് കിടക്കുന്ന മീരയുടെ ശരീരം എടുത്ത് തൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് ഗീത ഉറക്കെ നിലവിളിച്ചു. മീര പറഞ്ഞു, ചേച്ചി തിരിച്ചു പോയിക്കോളൂ, ഞാൻ മരിക്കാറായി, എനിക്കിനി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗീത പറഞ്ഞു, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? നിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താതെ എനിക്ക് ഒരു സമാധാനവുമില്ല. ഗീത അവിടെ നിന്ന് കുറേ നേരം ആലോചിച്ചു. അവസാനം അവളൊരു മാർഗം കണ്ടുപിടിച്ചു. മീരയുടെ ശരീരം എടുത്ത് തൻ്റെ തോളിലേറ്റി ഗീത നടന്നു. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും അവൾ ഒരു നദിയുടെ കരയിൽ ആ ശരീരം കൊണ്ടുവന്നിട്ടു. എന്നിട്ട് വെള്ളം കോരി അവളുടെ തലയിലേക്ക് ഒഴിച്ചു. അതോടെ മീര ഒരു മരമായിട്ട് മാറി. പൂക്കളോ ഇലകളോ ഒന്നുമില്ലാത്ത ഒരു മരം. ആ മരത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഗീത അതിന് ചുവട്ടിൽ തന്നെ കഴിഞ്ഞു. നദിയിലേക്ക് വേരുകൾ ആഴ്ത്തി ആ മരം അവിടെ നിന്നു. പതുക്കെ മരം തളിരിട്ടു. അതിൽ ഇളം പച്ച ഇലകൾ വന്നു. പിന്നെ ആ ഇളം പച്ച ഇലകൾ കടും പച്ച ഇലകളായിട്ട് മാറി. മരം ആകെ തളിർത്തു. പുതിയ ശാഖകൾ വന്നു. അതിൽ പുതിയ മുട്ടുകൾ വന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ മരം വീണ്ടും പഴയതുപോലെ ഒരു പൂമരമായിട്ട് മാറി. ഗീത വെള്ളം തളിച്ച് പൂമരത്തിനെ തൻ്റെ അനുജത്തിയാക്കി തിരിച്ചെടുത്തു. ഇനി ഒരിക്കലും രാജകൊട്ടാരത്തിലേക്കോ നഗരത്തിലേക്കോ തിരിച്ചു ചെല്ലില്ല എന്ന് ഉറപ്പിച്ചിട്ട് ആ സഹോദരിമാർ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. ശ്രീ ഗിരീഷ് കർണാട് ഇതേപോലെ ഒരു കഥ ചെൽവി എന്ന പേരിൽ സിനിമയാക്കിയിട്ടുണ്ട്. പക്ഷേ ആ സിനിമയെക്കാളിലും ഒരു ഹാപ്പി എൻഡിങ് ഉള്ള കഥയായതുകൊണ്ടാണ് ഈ കഥ ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അടുത്ത കഥ അടുത്ത ദിവസം.